ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേസ് വിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ബീഫ് ഉലർത്തിയത്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കപ്പ 2 pounds, ബീഫ് 2 pounds, ജിഞ്ചർ 1 tablespoon നീളത്തിൽ കട്ട് ചെയ്തത്, പച്ചമുളക് 4 എണ്ണം നെടുവേ പിളർന്നത്, കറിവേപ്പില 2 തണ്ട്, ചെറിയ ഉള്ളി 8 എണ്ണം ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 1.5 tablespoons, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺസ്, മുളക് പൊടി 1.5 ടീസ്പൂൺസ്, ഇറച്ചി മസാല 1.5 ടീസ്പൂൺസ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ലെമൺ ഹാഫ്, വെളിച്ചെണ്ണ 1.5 ടേബിൾസ്പൂൺസ്, വെള്ളം 1/4 കപ്പ്, സോൾട്ട് ടു ടേസ്റ്റ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് വേവിക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടപ്പ് വെച്ച് അടച്ച് കപ്പ വേവിച്ചെടുക്കുക. കപ്പ ഏകദേശം 1/4 വേവാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കുക. കപ്പ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ബീഫ് വേവിച്ചെടുക്കാം. ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ബീഫ് മൺചട്ടിയിലിട്ട് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം, ഇഞ്ചി, പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വേകണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ ബീഫിന് വേവുള്ളതാണെങ്കിൽ കുക്കറിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും ബീഫും കൂടി ഉലർത്തിയെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലോട്ട് ചതച്ചു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില എന്നിവയെല്ലാം കൂടിയിട്ട് വഴറ്റുക. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഈ മസാലപ്പൊടികൾ ഇടുമ്പോൾ ഫ്ലെയിം ലോയിൽ വയ്ക്കാൻ മറക്കരുത്. ഇതിലോട്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിട്ട് നന്നായിട്ട് വഴറ്റുക.
ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ലെമൺ കുറച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് ബീഫ് ഉലർത്തിയെടുക്കുക. ബീഫ് നന്നായി ഉലർത്തിയതിന് ശേഷം ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവൻ ഡിഷിലോട്ട് മാറ്റാം. നമ്മുടെ കപ്പ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ഓൺ സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.